ഫ്രീ ആയിട്ടിരിക്കല്ലോ ഇപ്പോൾ ചോദിച്ചോളാം. സാനിഫേ അല്ല ആസിഫ് പക്ഷേ കളക്ടറേറ്റ് യോഗം ഇവിടെ മിനിമം സീറ്റുള്ളൂ. ഇടക്കിടക്ക് മുമ്പ് പനിക്കലുണ്ട്. അതുകൊണ്ട് ജില്ലാ ഈ ആഴ്ച രണ്ടാളും നിൽക്കില്ല. മാറ്റി പാർലമെന്റ് ഇലക്ഷനിലെ അതുണ്ടാക്കിയ കാറ് കയറി അപ്പോയി ഉണ്ടാവും ചെറിയ കാറ് കയറി ആഘോഷിക്കരുന്നേ. പേടിയാണ് ഇപ്പൊ എങ്ങനെ പോവും. കലക്ടറേറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നപ്പോ നമ്മള് അവിടെ പണിക്കറിയില്ലല്ലോ. ഇപ്പൊ നമ്മുടെ വട്ടപ്പാറ പാടല്ലേ ഇത്ര വയലറ്റ് ഏറ്റവും കൂടുതൽ മണ്ണിട്ട് വന്നിച്ചാണ്. ഞാൻ അവിടെ കൊണ്ട് ശ്രദ്ധിക്കുക DCC ഒന്നില്ലേ പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ള അതുപോലെ ബഹുമാന്യരായ കുഞ്ഞാലിക്കുട്ടി മറ്റ് MLA-മാർ പലരുമുണ്ട് എന്നോടൊപ്പം നിയമസഭയിലുണ്ടായിരുന്ന ആളുകളാണ്.
എല്ലാവരെയും ഒത്തുചേർന്ന് ഇവിടെ വെച്ച് കാണാൻ കഴിഞ്ഞതിലുള്ള ഏറ്റവും വലിയ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. UDFൻ്റെ കൺവീനർ എന്നുള്ള നിലയിൽ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഇന്നലെ കോഴിക്കോടും ഇന്ന് പലപ്പുറത്തും എത്തിച്ചേരാൻ കഴിഞ്ഞു. തങ്ങളെ വിളിക്കുന്ന അവസരത്തിൽ അദ്ദേഹം എന്നോട് ഇന്ന് വരാനാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇന്നലെ കോഴിക്കോട് വന്ന് അവിടെയും ഉള്ള കാര്യങ്ങൾ പലരെയും കാണാനും കഴിഞ്ഞു, പലരുമായിട്ട് ആശയവിനിമയം നടത്താൻ കഴിഞ്ഞു. തുടർന്നുള്ള നാളുകളിലും എല്ലാവരുമായി സഹകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള അവസരം ഒരുക്കിയെടുക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചിരുന്നവരാണ്. അതുകൊണ്ട് മാനസികമായിട്ടുള്ള ഒരു വലിയ ഐക്യവും സന്തോഷവും ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഇവിടെ വന്നതാണ്. സന്തോഷമുണ്ട്. അവരെല്ലാവരും വരാൻ വേണ്ടി കാത്തിരിക്കുന്നതിനിടക്കാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ കോഴിക്കോട്ട് വന്നപ്പോൾ ഇവിടെ വന്നു. വലിയ ഭാരിച്ച ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തിൽ അർപ്പിതമായിട്ടുള്ളത് നമുക്കറിയാം. പക്ഷേ അതെല്ലാം നമുക്ക് ഒറ്റക്കെട്ടായി യോജിച്ചുകൊണ്ട് ഇപ്പോൾ UDFന് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ആ ഭാരിച്ച ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഒറ്റക്കല്ല, നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. കോൺഗ്രസുണ്ട്, മുസ്ലിം ലീഗുണ്ട്, മറ്റ് ഘടകകക്ഷികളെല്ലാവരും ആ ഒരു ലക്ഷ്യബോധത്തോടെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇദ്ദേഹം പറഞ്ഞ പോലെ പരിചയസമ്പത്തും അതുപോലെ തന്നെ ഭരണരംഗത്തൊക്കെ മികവും കാഴ്ചവെച്ചിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് UDFനെ നല്ല നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ കഴിവുണ്ട്. അദ്ദേഹത്തോടൊപ്പം നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്ന് പറയുന്നു. സാനിഫ് നമ്മൾ എറണാകുളത്ത് കുഞ്ഞമ്മടേക്കാ. ഓക്കെ റെഡി. ആ